എനിക്കൊരു സംശയം കേട്ടോ, നമ്മുടെ രമേശ് ചെന്നിത്തല എന്തെങ്കിലും കടുംകൈ ചെയ്ത് കളയുമോ എന്ന്. മറ്റൊന്നും കണ്ടല്ല, വയസ്സ് 70ആയി, 2026 ചില സ്വപ്നമൊക്കെ ഉണ്ട്. അതത്ര പെട്ടെന്ന് അങ്ങ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിക്ക്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് ഇങ്ങനെ വിജയ പതാകയും എന്തിക്കൊണ്ട് ജൈത്രയാത്ര നടത്തി കേരളത്തിലേക്ക് വന്ന് കേരളത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ വന്ന് മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കാനുള്ള പദം ഈ മണ്ണിന് വരുത്താം. പക്ഷെ അവിടെ 8 നിലയിലാണ് പൊട്ടിയത്. 8 നില പൊട്ടി ഒന്ന് ചമ്മി. അദ്ദേഹത്തിൻ്റെ സ്വതയെ അടഞ്ഞിരിക്കുന്ന കണ്ണൊന്നും കൂടി ചെറുതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കാനും അത് ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്താനുമുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് വെള്ളാപ്പള്ളിയും പെരുന്നയിലെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുകുമാരൻ നായരും ഒരുപോലെ സ്വരത്തിൽ അദ്ദേഹമാണ് അടുത്ത മുഖ്യമന്ത്രി. അതിലാണ് എനിക്ക് സംശയം കേട്ടോ. പറയൂ. കൂടുതൽ അങ്ങ് പൊക്കുമ്പോൾ ഉണ്ടല്ലോ, ടപ്പോന്ന് താഴോട്ട് ഇടുമോ എന്നൊരു സംശയം. അതല്ല, വെള്ളാപ്പള്ളിയും കൂടി നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് സുകുമാരൻ നായരെയും ചൂട് മാറുമെന്നുള്ള എൻ്റെ സംശയം. കാരണം വേറെ നായന്മാരുണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതെ, അല്ല ഇതിന് ഞാൻ പറയുന്നതിന് തെളിവുമുണ്ട്. പണ്ട് ഇവർ തമ്മിലൊരു ഐക്യത്തിന് വേണ്ടി ശങ്കറിൻ്റെ കാലത്തുണ്ടാക്കിയതിന് വേണ്ടി ഹിന്ദു മണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഓർമ്മയുണ്ടല്ലോ, നായാടി മുതൽ നമ്പൂതിരി വരെ ഒരുമിക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെ ഐക്യമായിട്ട് പോയപ്പോൾ അത് കേരളത്തിലെ മറ്റ് പാർട്ടികൾക്കും എല്ലാം ഭീഷണിയായെന്നുള്ള നിലയിൽ എന്തു ചെയ്തു? സുകുമാരൻ നായർ പാലം അങ്ങ് വെളിച്ചു. ഇയാളുമായിട്ട് നമുക്ക് കൂട്ടുവേണ്ട എന്ന് പറഞ്ഞ പോലെ ഇയാൾ അംഗീകരിക്കുന്ന ആളിനെ എന്നാൽ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ചിലപ്പോൾ പെരുമാറാനും സാധ്യതയുണ്ട്. പെരുന്നയിലെ ഈ എനിക്ക് തോന്നുന്നു ഈ മഹാഭാരതത്തിലെ ഈ ദമയന്തി പിന്നെ അവിടെ സ്വയംവരം, അതെ, പലരെ അതിൽ പിന്നെ നമ്മുടെ നായന്മാരങ്ങനെ നിരന്നിരിക്കുകയാണ്. സുകുമാരൻ നായർ വരണമാല്യവുമായി ഇങ്ങനെ ഡൽഹി നായരായ ഡോക്ടർ ശശി തരൂർ, പറവൂർ നായരായ ഡോക്ടർ വി.ഡി. സതീശൻ, അതുപോലെ തന്നെ ഹരിപ്പാട്ട് എന്നാണ് പറയുന്നത്, ഹരിപ്പാട്ട് നായരായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്നിവരിങ്ങനെ നിരന്നിരിക്കുന്നതിന് കേസി ആലപ്പുഴയിൽ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രധാന വേണുഗോപാൽ. ഞാൻ ചോദിച്ചോട്ടെ, സമയമാവുമ്പോൾ ചെയ്യാൻ പോകുന്നത് സുകുമാരൻ നായർ, ചെന്നിത്തല നായര് വെട്ടി നിരത്തിയിട്ട് KC വേണുഗോപാലൻ നായര് ഇറക്കും എന്നെനിക്ക് തോന്നുന്നു. അങ്ങനല്ല ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം നളനായിട്ടിങ്ങ് വരും KC വേണുഗോപാൽ. അപ്പോഴായിരിക്കും വേറെ 4 ഡ്യൂപ്ലിക്കേറ്റ് നളന്മാരും കൂടെ കാണും. അതെ, ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നളഭാഗം എന്നാണല്ലോ, അവിടുത്തെ കുശിനി വിദഗ്ധനാണ് ഇദ്ദേഹം. അതെ, സോണിയാഗാന്ധിയുടെ അടുക്കള. രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിനെ പോലുള്ള ബുദ്ധിജീവികളെ ഒന്നും ആവശ്യമില്ല. നെഹ്റു പുലർത്തിപ്പോകുന്ന നയത്തിന് നേർ വിപരീതമാണത്. അദ്ദേഹം ബുദ്ധിജീവികളെ വലുതായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു അക്കാലത്ത് തന്നെ. KC വേണുഗോപാൽ പറഞ്ഞാലേ രാഹുൽ ഗാന്ധി തുമ്മത്തുള്ളൂ. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അദ്ദേഹം. അങ്ങനെയുള്ള ആൾക്കാർ, മൂന്നാംകിട ആൾക്കാരെയാണ്. ശശി തരൂരിനെ പോലുള്ള ഒന്നാംകിട ബുദ്ധിജീവികളെയൊന്നും അദ്ദേഹത്തിന് വേണ്ട. എന്ന് മാത്രമല്ല, ഡോക്ടർ ശശി തരൂർ മല്ലികാർജുൻ ഖാർഗെയ്ക്കെതിരെ കോൺഗ്രസ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്ത് അങ്ങനെ മഹാരാജാവിൻ്റെ അപ്രീതിക്ക് പാത്രമായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ശശി തരൂരിന് ഇത് വീഴില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ കാര്യം. നെഹ്റുവിൻ്റെ നേരെ വിപരീതമാണ് ഈ കൊച്ചുമോൻ പ്രഭപുത്രൻ. എന്ന് വെച്ചാൽ നെഹ്റു AK ഗോപാലിനെ പാർലമെൻറ്റിലെ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനെന്നും പ്രതിപക്ഷ നേതാവെന്നും വിശേഷിപ്പിച്ചിരുന്ന ആൾ. AK ഗോപാലൻ പാർലമെൻറ്റിൽ ജയിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഈ AK ഗോപാലൻ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം പുള്ളി താടിക്കും കൊയ്യും കൊടുത്ത പാർലമെൻറ്റിൽ നിന്ന് കേൾക്കുമായിരുന്നു. കാരണം ഇതാണ് ശരിയായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവിൻ്റെ മാതൃക എന്നും പറയുമായിരുന്നു. അതുപോലെ തന്നെ RSSൽപ്പെട്ട BJPയിൽപ്പെട്ട ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ബുദ്ധിജീവികളെ സ്വന്തം മന്ത്രിസഭയിലെടുക്കാനും അദ്ദേഹം മടികാട്ടിയില്ല. അപ്പോൾ ബുദ്ധിയും അത് വിവരവും എവിടെയുണ്ടോ അവരെ എല്ലാം ഏത് പാർട്ടിയായാലും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. കോൺഗ്രസ്സിൽ അങ്ങനെയുള്ളവരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച് മുന്നിൽ കൊണ്ടുവന്നിരുന്നു. ഈ 2001-2006 കാലഘട്ടത്തിലാണ് KC വേണുഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. അതെ, ഇരുന്നിട്ടുണ്ട്. ആ സമയത്താണ് രാഹുൽ പിന്നീട് വലിയൊരു അടുപ്പം, പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിട്ടില്ല, കേന്ദ്രത്തിൽ തന്നെ ഡൽഹിയിൽ തന്നെ പാർപ്പുറപ്പിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ ഇങ്ങോട്ട് വന്നതില്ല. സംബന്ധക്കാർ ഈ നമ്പൂതിരിമാർ സംബന്ധം നടത്തിയിട്ട് അവിടെ പോകുന്ന പതിവില്ലെന്ന് പറയുന്ന പോലെ പിന്നെ ഒന്ന് വന്നത് വീണ്ടും ഒരു വേളിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്.
ഏതാ? ആലപ്പുഴയിൽ നിന്ന് ഒരു സ്ഥാനം വേണമല്ലോ, ഏതെങ്കിലും ഒരു MP സ്ഥാനം വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ അദ്ദേഹം പ്രകടനമൊന്നും നടത്തുന്നില്ല. MP എന്നുള്ള പേര് അതിൻ്റെ കൂടെ അങ്ങ് വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലരുണ്ടല്ലോ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പേര് വെക്കും, അപ്പോൾ അവിടെ പോയൊന്നും വാദിക്കുകയില്ല, കോടതിയിൽ പോവുകയില്ല. അതുപോലെ ചില പ്രൊഫസർമാരെന്നും പറഞ്ഞ് വെച്ചിരിക്കും, പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആ രീതിയിൽ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, MP എന്നുള്ള സ്ഥാനം. കേരളത്തിൽ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ, സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടും വേണുഗോപാൽ ഇരുന്നിട്ട് അത്ര വലിയ പ്രഭാവമൊന്നും കാട്ടിയിട്ടില്ല. ഇപ്പോൾ പാർലമെന്റിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്, രാഹുൽ ഗാന്ധി പ്രസംഗിക്കും അതിൻ്റെ ആംഗ്യഭാഷകളെല്ലാം, അതിൻ്റെ ഈ എക്സ്ക്ലമേഷൻ മാർക്കുകളെല്ലാം VC വേണുഗോപാലിൻ്റെ പറയും. ആ മനുഷ്യൻ പറയുന്ന വിഡിതങ്ങൾക്ക്, പരവിഡിതങ്ങൾക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കണ്ടു, അവിടെ ഹിമാചൽ പ്രദേശിലെ അത്രയും ജനസംഖ്യ അവിടെ മഹാരാഷ്ട്രയിൽ വോട്ടർമാരായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. പാർലമെൻറ്റിൽ ഇരുന്ന് മോദിയോട് ചോദിക്കും, മോദിയാണോ കൂട്ടിച്ചേർക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനോടല്ലേ ഇത് ചോദിക്കേണ്ടത്? അതെങ്ങനെ? അപ്പോൾ പുള്ളി തള്ളാം, ശരിക്കും തള്ള്. നമ്മൾ ഈ തള്ളെന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യംഗ്യ ഭാഷയായിട്ട് പറഞ്ഞു. ഇവിടെ തള്ളു ഉത്തരം മുട്ടി പ്രധാനമന്ത്രിക്ക് എന്നുള്ള മട്ടിലാണ് ഈ മനുഷ്യൻ ഇരുന്ന് തള്ളു കാണിക്കുന്നത്. സ്വന്തമായിട്ടൊന്നും പറയാനും അറിയത്തില്ല. രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ അവിടെ ഇരുന്ന് കൈയടിച്ചു കൊടുക്കാനായിട്ട് ഒരാളിനെ സോണിയാഗാന്ധി ഇരുത്തിരിക്കുകയാണോ എന്നെനിക്ക് തോന്നുന്നു. ആ കിച്ചൺ ക്യാബിനറ്റിൻ്റെ തീരുമാനം അങ്ങനെ. അപ്പോൾ എന്തായാലും 2026 ഈ സമയമാകുമ്പം രാഹുൽ ഗാന്ധി അവിടുന്ന് മൂളും, KC വേണുഗോപാൽ തീരുമാനിക്കാൻ സാധിക്കും. കാരണം രാഹുൽ മൂളിക്കഴിഞ്ഞാൽ തീർന്നു. അല്ല, സാഹചര്യം സൃഷ്ടിക്കുകയാണ് വിജയനാഥ്. പക്ഷെ തരൂരിനൊരു മോഹമുണ്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ, അതായത് അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ നിന്ന് ഇവിടെ മത്സരിക്കണമെന്ന് അദ്ദേഹം കണ്ണുവച്ചിട്ടുള്ളതാണ്. ജയിച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന്. ഇടയ്ക്ക് പിന്നെ നമ്മുടെ സുകുമാരൻ നായർ ഇദ്ദേഹത്തെ വാനോളം വാഴ്ത്തി, വിശ്വപൗരനാണ്, വിശ്വനായരാണ്, ഡൽഹി നായരാണ് എന്നൊക്കെ പറഞ്ഞു. അതൊരു ആരെയാണ് വിശ്വപൗരനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേണ്ട, അങ്ങ് ഐക്യരാഷ്ട്രസഭയിലോട്ട് പോയി. അപ്പോൾ തരൂര് ഏറെ മോഹിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. പക്ഷെ കോൺഗ്രസ്സുകാരെ എനിക്ക് തോന്നുന്നില്ല സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കോൺഗ്രസ് അല്ലല്ലോ കോൺഗ്രസ് എന്നൊരു പാർട്ടി അല്ലല്ലോ തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിയും സോണിയാഗാന്ധി എന്നൊരു വ്യക്തിയും അല്ലേ തീരുമാനിക്കുന്നത്. ഒരിക്കലും ശശി തരൂരിനെ അടുപ്പിക്കില്ല. കാരണം ശശി തരൂരിനെ വിളിച്ചത് എന്താ, എങ്ങനെയാണ് കോൺഗ്രസിലേക്ക്? ശശി തരൂർ എഴുതിയ പുസ്തകത്തിൽ നെഹ്റുവിനെ പ്രശംസിച്ചിരുന്നു. അവർക്ക് പ്രശംസയാണ് വേണ്ടത്, അല്ല വിമർശനമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം വിമർശിക്കാൻ തുടങ്ങി രാഹുൽ ഗാന്ധിയെ. അതുകൊണ്ട് ഒരിക്കലും കിട്ടുക. അന്ന് പിന്നെ കാർഗെ നിർത്തരുതായിരുന്നു, തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരാതിരിക്കാൻ. ഇന്ന് ഇപ്പൊ കയ്യിലിരിക്കുന്ന സീറ്റിനേക്കാൾ 50 സീറ്റെങ്കിലും കൂടുതൽ ഇവർക്ക് വാങ്ങിക്കാമായിരുന്നു. ഇത് കാർഗയെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. AICC പ്രസിഡന്റ് ആക്കലാണത്. ഭരണമെല്ലാം നടത്തുന്ന അമ്മയും മോനും കൂടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ പിന്നെ VD സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ എങ്ങനെ വേണമെങ്കിലും പൊരുതാനായിട്ട് കഴിവുള്ള ആള് തന്നെയാണ്. പൊരുതും. ഇപ്പം സംഭവിക്കുന്ന പോരെന്തോന്നറിയാമോ? VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഇല്ല ആരോമൽ ചേക ഒരു അരിങ്ങോടൊരു ഏറ്റുമുട്ടും. അതാ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഏറ്റുമുട്ടൽ വരുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു കോൺസെൻസസ് സ്ഥാനാർത്ഥിയായിട്ട് KC വേണുഗോപാലിനെ കൊണ്ടുവരും. അതിപ്പോൾ അവരുടെ നിരീക്ഷകനുണ്ടല്ലോ, വന്നിട്ട് MLA-മാരുടെ എല്ലാ അഭിപ്രായം ചോദിക്കും. രഹസ്യമാണല്ലോ അത്. എല്ലാവരും അനുകൂലം KC വേണുഗോപാലിനാന്ന് അവിടെ ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കേരള മുഖ്യമന്ത്രി എന്നുള്ളതാണ് വരാൻ പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ പിന്നെ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, 70 വയസ്സാകുകയാണ്. ഏക പ്രതീക്ഷ 2026. അതിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ BJP ഇതിനിടയ്ക്ക് തന്നെ ചെന്നിത്തലയുടെ മോഹം നടക്കാതിരുന്നപ്പോൾ BJP സമീപിക്കുകയുണ്ടായിട്ടുണ്ട്. നല്ല വാഗ്ദാനം വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കോൺഗ്രസ്സുകാരനായി തന്നെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമല്ലേ, അതൊക്കെ മാറി മറിയും. ഒരു കേന്ദ്ര ക്യാബിനറ്റ് പദവി തന്നെ ചെന്നിത്തലയ്ക്ക് കൊടുത്താൽ ചെന്നിത്തല അതെ വിട്ടെറിഞ്ഞിട്ട് പോകും. അല്ല, ഇപ്പോൾ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന BJP വിരുദ്ധമായിട്ടുള്ള ചാനൽ നടത്തിയ സ്റ്റഡിയിൽ പറയുന്നത് അടുത്ത പ്രാവശ്യം BJP ഒറ്റയ്ക്ക് കേരളത്തിൽ 24% സീറ്റ് നേടുമെന്നാണ്. 24% വോട്ട് ഷെയർ ഉണ്ടാക്കും. അതുപോലെ CPM-ന് കിട്ടുന്ന എത്രയാണെന്നറിയാം? 30%. വ്യത്യാസം 60. നമ്മളിപ്പം നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും 5% വെച്ച് വോട്ട് ഷെയർ കൂടുകയാണ്. അപ്പോൾ താമസിയാതെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP ആയിരിക്കും CPM-നേക്കാൾ അല്ലെങ്കിൽ LDF-നേക്കാൾ കൂടുതൽ വോട്ട് ഷെയറുള്ള കക്ഷി. അന്നവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധ്യമായിട്ട് വരും. അതിനുവേണ്ടി അതിനെ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ആക്കിയില്ലല്ലോ കോൺഗ്രസ്, നിങ്ങളെ പുറത്താക്കിയല്ലേ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തരാം,
ഞങ്ങളുടെ കൂടെ കൊടി പിടിച്ചു വാ. പണ്ട് ഒരു മുദ്രാവാക്യം എയ്യടാ എടതാ ചെങ്കൊടി താഴെ എന്ന് പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ കൊടി താഴെ വെച്ചിട്ട് ഞങ്ങളുടെ കൊടി പിടിക്കൂ എന്ന് പറഞ്ഞൊരു വാഗ്ദാനം അദ്ദേഹത്തിന് അത് സ്വീകാര്യമായിരിക്കും. കാരണം RSSനെ ഒന്നും അത്ര മോശമായിട്ട് വിമർശിക്കാറില്ല. എനിക്ക് തോന്നുന്നു 2026 ഇത് അവസാന പ്രതീക്ഷയാണ് കേട്ടോ. അവസാനം ചെന്നിത്തല ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു BJP ഈ പറഞ്ഞ ഓഫർ തന്നെ വെക്കും. അദ്ദേഹം BJPയിലേക്ക് തന്നെ പോകും. കാരണം എന്തായാലും സുകുമാരൻ നായരുടെ കളി എന്ന് പറയുന്നതിനാണ് വേണുഗോപാലിനെ കെട്ടിയിറക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചെന്നിത്തല നായരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതും പറയുന്നതും ഒക്കെ പുകഴ്ത്തുന്നതും. പക്ഷെ സമയമാകുമ്പോൾ കളി മാറും എന്നുള്ളതാണ്. ചെന്നിത്തലയെ പിന്നെ നമുക്ക് കേന്ദ്ര ക്യാബിനറ്റ് പദവിയിൽ കാണുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് KC വേണുഗോപാൽ നളനുമാകും. ആലപ്പുഴ സീറ്റ് അദ്ദേഹം രാജിവെക്കുകയും ചെയ്യും. അവിടെ ഒരു ഒഴിവും വരും. ഇനി ആ തെരഞ്ഞെടുപ്പ് വരുന്നതിന് എപ്പോഴാണെന്ന് അറിയില്ല. കാരണം പുതിയ 1 നേഷൻ 1 ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഒരു അനിശ്ചിതത്വം അവിടെയുണ്ട്. അപ്പോൾ അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ഒരു കോൺഗ്രസ് നേതാവ് BJPയിലേക്ക് പോകുന്നു, മറ്റൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വാഴുന്നു. ഈ ഒരു രാഷ്ട്രീയ ഷനേറിയോ ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.